നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ 13-കാരൻ മിഥുനാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് മിഥുന് ഷോക്കേറ്റത്. ഇന്ന് രാവിലെ സ്കൂളിലെത്തിയതിന് പിന്നാലെയാണ് അപകടം നടന്നത്. ഷോക്കേറ്റ മിഥുനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ 8:30യോടെയാണ് മിഥുനും കൂട്ടുകാരും സ്കൂളിലെത്തിയത്. ക്ലാസ് ആരംഭിക്കുന്നത് 9 മണിക്ക് ശേഷമാണ്. ഇതിനു മുന്നേ മൈതാനത്ത് കളിക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. കുട്ടികൾ കളിക്കുന്നതിനിടെ മിഥുന്റെ ചെരുപ്പ് കെട്ടിടത്തിന് മുകളിൽ വീഴുകയും ഇതെടുക്കാനായി കുട്ടി ഷീറ്റിലേക്ക് കയറുകയും ചെയ്തു. ഇതിനിടെയാണ് കുട്ടിക്ക് ഷോക്കേറ്റത്. ലൈൻ മാറ്റാൻ നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തിരുന്നെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ പറയുന്നത്. അതേസമയം വൈദ്യുതി ലൈൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ അപകടകരമായ രീതിയിൽ സ്പർശിച്ചിരുന്നത് മുൻപ് തന്നെ സ്കൂൾ അധികൃതരുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നടത്തിയ പരിശോധനയിലും കെട്ടിടത്തിലേക്ക് ഏറെ താഴ്ന്ന് അപകടാവസ്ഥയിൽ കിടക്കുന്ന വൈദ്യുതി ലൈൻ കണ്ടെത്തിയിരുന്നു. ഇത് മാറ്റി സ്ഥാപിക്കാത്തതിന് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ നാട്ടുകാരും രക്ഷിതാക്കളും ഉയർത്തുന്നത്. അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സംഭവം അതീവ ദുഃഖകരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ഓഫീസർമാരോട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.